ഇറാന്റെയും പ്രോക്സികളുടെയും സകല കണക്കുകൂട്ടലുകളും തെറ്റിച്ച ഇസ്രയേൽ. അധിനിവേശ വെസ്റ്റ് ബാങ്കിനെ വിഭജിക്കുകയും ദ്വിരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയും ചെയ്തേക്കാവുന്ന കുടിയേറ്റ പദ്ധതിയുമായി ഇസ്രയേൽ സർക്കാർ മുന്നോട്ട്. വെസ്റ്റ് ബാങ്ക് തിരിച്ചുപിടിക്കാനുള്ള ഇസ്രയേൽ നീക്കം യുദ്ധത്തിന് വഴിവെക്കുമെന്ന് ഇറാൻ ഭീഷണി. പ്രോക്സികളെ വീണ്ടും ശക്തരാക്കി ഇസ്രയേലിനെ നേരിടാൻ വഴി നോക്കുകയാണ് ഇറാൻ. എന്നാൽ ഒരു മുഴം മുന്നേ എറിഞ്ഞ് ഇറാനെയും പ്രോക്സികളെയും കയറിയടിക്കാൻ വകയൊരുക്കി ഇസ്രയേൽ. ഗാസയിൽ നിന്ന് ഇസ്രയേൽ പട്ടാളം പിന്മാറണമെന്ന് ഇറാൻ വാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊത്തം ഗാസയും വെസ്റ്റ് ബാങ്കും പിളർത്തുമെന്ന് ജൂതപ്പുടയുടെ മറുപടി. ജെറുസലേമിന് സമീപമുള്ള E1-ൽ 1200-ലധികം ഭവന യൂണിറ്റുകൾ നിർമ്മിക്കുന്നതിനായുള്ള ടെൻഡർ ക്ഷണിച്ചുകൊണ്ട് ഇസ്രയേൽ ഭവന മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. കിഴക്കൻ ജെറുസലേം മുതൽ വെസ്റ്റ് ബാങ്ക് വരെ ജൂത കുടിയേറ്റക്കാരുടെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി വെസ്റ്റ് ബാങ്കിനെ വടക്കും തെക്കുമായി വിഭജിക്കുകയും പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പലസ്തീൻ രാഷ്ട്രം അസാധ്യമാക്കുകയും ചെയ്യും. കിഴക്കൻ ജെറുസലേമിനെ പ്രദേശത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന് വേർപെടുത്തുകയും ചെയ്യുന്ന പദ്ധതിയാണ് ഇത്. ഇസ്രയേലിന്റെ നീക്കത്തിൽ അപലപിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ പദ്ധതി ഉടൻ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നിവരാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത്. ഈ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് ജെറുസലേമിന് കിഴക്കുള്ള E1-ൽ നിർമ്മാണം നടത്തുന്നതിനുള്ള പദ്ധതികളിൽ നിന്ന് ഇസ്രയേൽ പതിറ്റാണ്ടുകളോളം പിൻവാങ്ങിയിരുന്നു. മൊത്തം അനുമതി ലഭിച്ച 3401 ഭവന യൂണിറ്റുകളിൽ ഒന്നാം ഘട്ടമെന്ന നിലയിലാണ് 1234 വീടുകളുടെ നിർമ്മാണത്തിനായി കരാറുകാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഇസ്രയേൽ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാനാണ് പദ്ധതി. അടുത്തുവരുന്ന പുതിയ സർക്കാരിന് റദ്ദാക്കാൻ കഴിയാത്ത വിധമുള്ള നീക്കങ്ങളാണ് നെതന്യാഹു ഭരണകൂടം നടത്തുന്നത്. വെസ്റ്റ് ബാങ്ക് എന്നും തർക്ക വിഷയവും ഇസ്രയേൽ ഹമാസ് പോർക്കളവുമാണ്. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രയേലുമായും യോർദാൻ നദിയുമായും അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശത്തിന്റെ പഴയ നിയമകാലം മുതൽ ഉള്ള ചരിത്രത്തിന്റെ വസ്തുനിഷ്ഠമായ ഒരു പഠനമാണ് ഇത്. ഏകദേശം 2150 ചതുരശ്ര മൈൽ ചുറ്റളവുള്ള വെസ്റ്റ് ബാങ്ക് എന്ന പ്രദേശമാണ് പലസ്തീൻ, അറബ് രാജ്യങ്ങൾ, ഇസ്രയേൽ എന്നിവർ തമ്മിലുള്ള തർക്കങ്ങളുടെ ഇടം. 1948-ലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അന്നത്തെ പലസ്തീന്റെ ഭാഗമായിരുന്ന ഈ പ്രദേശത്തെ യോർദാൻ പിടിച്ചടക്കിയപ്പോൾ അവർ നൽകിയ പേരാണ് വെസ്റ്റ് ബാങ്ക് എന്നത്. ജോർദാൻ രാജ്യം ജോർദാൻ നദിയുടെ കിഴക്ക് ഭാഗത്തായതിനാൽ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രദേശത്തെ പടിഞ്ഞാറേ തീരം എന്ന അർത്ഥത്തിൽ വെസ്റ്റ് ബാങ്ക് എന്ന് വിളിച്ചു. ചരിത്രപരമായി പഴയ നിയമകാലത്തെ ഇസ്രായേൽ രാജാക്കന്മാർ ആയ ശൗൽ, ദാവീദ്, ശലോമോൻ എന്നിവരുടെ കാലത്ത് വെസ്റ്റ് ബാങ്ക് പ്രദേശം ഇസ്രയേൽ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇസ്രയേൽ ഈ പ്രദേശത്തെ യഹൂദ്യ, ശമരിയ എന്നാണ് വിളിച്ചിരുന്നത്. ശലോമോൻ രാജാവിന് ശേഷം അന്നത്തെ സംയുക്ത ഇസ്രയേൽ രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. വടക്കൻ രാജ്യം ഇസ്രയേൽ എന്നും തെക്കൻ രാജ്യം യഹൂദ്യ എന്നും അറിയപ്പെട്ടു. ഇതിൽ അന്ന് ഇസ്രയേൽ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ശമരിയ. അന്ന് യഹൂദ്യ എന്ന് വിളിക്കപ്പെട്ട രാജ്യത്തിന്റെ തലസ്ഥാനം യെരുശലേം ആയിരുന്നു. വെസ്റ്റ് ബാങ്ക് ചരിത്രപരമായും വൈകാരികമായും ഇസ്രയേൽ ജനങ്ങൾക്ക് ബന്ധമുള്ള പ്രദേശമാണ്. വേദപുസ്തകത്തിൽ പറയുന്ന ഇസ്രയേൽ ജനതയുടെ ചരിത്രത്തിൽ അവരുടെ പിതാക്കന്മാരുമായി ബന്ധപ്പെട്ട അനേകം സ്ഥലങ്ങൾ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തുണ്ട്. അവരുടെ ഗോത്രപിതാവായ എബ്രഹാം, അദ്ദേഹത്തിന്റെ ഭാര്യ സാറ, റബേക്ക, യാക്കോബ്, ലേയ എന്നിവരുടെ കല്ലറ ഹെബ്രോൻ എന്ന സ്ഥലത്താണ്. യാക്കോബിന്റെ ഭാര്യ റാഹേലിന്റെ ശവക്കല്ലറ വെസ്റ്റ് ബാങ്ക് പ്രദേശത്തെ ബെത്ലഹേം എന്ന സ്ഥലത്താണ്. ഇസ്രയേൽ ഈജിപ്തിൽ നിന്നും സ്വതന്ത്രരായി വന്നപ്പോൾ ആദ്യം പിടിച്ചെടുത്ത പട്ടണം എരീഹോ ആണ്. യോസഫിന്റെ അസ്ഥികൾ അടക്കം ചെയ്ത സ്ഥലം എന്ന് വിശ്വസിക്കപ്പെടുന്ന നാബ്ലസ്, യാക്കോബിന്റെ കിണർ, യാക്കോബിന് ദൈവിക ദർശനം ലഭിച്ച ബേഥേൽ, ശമരിയയിലെ ദേവാലയം എന്നിങ്ങനെ അനേകം ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ വെസ്റ്റ് ബാങ്കിലുണ്ട്. എല്ലാറ്റിനും ഉപരിയായി ഗോത്രപിതാവായ എബ്രഹാമിന്റെ സന്തതി പരമ്പരകളായി ഇസ്രയേൽ എന്ന ജനത ജന്മം കൊണ്ടത് തന്നെ ഈ പ്രദേശത്താണ്. ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തു ജനിച്ച ബെത്ലഹേം വെസ്റ്റ് ബാങ്ക് പ്രദേശത്താണ്. അവിടെ 330 AD-യിൽ കിഴക്കൻ റോമിന്റെ ചക്രവർത്തിയായിരുന്ന കോൺസ്റ്റാന്റിനൈൻ ഒരു ക്രൈസ്തവ ദേവാലയം പണിയുകയുണ്ടായി. ഇതായിരിക്കണം ഇന്ന് നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള ക്രിസ്തീയ ദേവാലയം. ജെറോം എന്ന ക്രൈസ്തവ പിതാവ് 30 വർഷങ്ങൾ കൊണ്ട് വേദപുസ്തകം ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ഇതിനടുത്തുള്ള ഒരു ഗുഹയിൽ താമസിച്ചുകൊണ്ടാണ്. യേശുക്രിസ്തു 40 ദിവസങ്ങൾ ഉപവസിച്ച സ്ഥലത്തുള്ള ക്രൈസ്തവ ആശ്രമം എരീഹോ പട്ടണത്തിലാണ്. മുസ്ലിം വിശ്വാസികൾക്കും വെസ്റ്റ് ബാങ്ക് പുണ്യസ്ഥലം തന്നെ. കുർദിഷ് വംശജനും സലാഹുദ്ദീൻ അൽ അയ്യൂബി ഈജിപ്തിന്റെ സുൽത്താനും കുരിശ് യുദ്ധക്കാരുടെ എതിരാളിയുമായിരുന്നു. 1187 ഒക്ടോബർ 2-ാം തീയതിയാണ് അദ്ദേഹം
യെറൂസലേമിനെ ആക്രമിച്ച് കീഴടക്കുന്നത്. ഈ സംഭവത്തിന് മുൻപ് യാത്രാമധ്യേ അദ്ദേഹം വെസ്റ്റ് ബാങ്കിലുള്ള അൽ ബിരഹ് എന്ന സ്ഥലത്താണ് വിശ്രമിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. 1994 മുതൽ പരിമിതമായ അധികാരത്തോടെ പലസ്തീനിയൻ അതോറിറ്റിയുടെ കീഴിൽ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ ഭരണം നിലവിലുണ്ട്. എന്നാൽ ഇസ്രയേൽ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യവും മേൽനോട്ടവും ഇവിടെയുണ്ട്. ഇതിനിടെ ഇറാനെതിരെ വ്യോമാക്രമണത്തിന് ഇസ്രയേൽ കളമൊരുക്കുന്നതായി നിർണായക വെളിപ്പെടുത്തൽ. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അടുത്ത ബന്ധമുള്ള റിസർവ് മേജർ ജനറൽ ഉസി ദയാനാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. നിലവിലെ സാഹചര്യത്തിൽ സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനു വേണ്ടിയാണ് ഇസ്രയേൽ പോരാടുന്നതെന്നും ഇറാൻ ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയെ മാത്രം പൂർണ്ണമായി ആശ്രയിച്ചിരിക്കാനാകില്ല എന്നും ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ അദ്ദേഹം തുറന്നടിച്ചു. ഇറാൻ ഉയർത്തുന്ന സൈനിക ആണവ ഭീഷണികൾക്കെതിരെ സ്വന്തം നിലയിൽ ആക്രമിച്ച് തിരിച്ചടിക്കാൻ ഇസ്രയേലിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉസി ദയാൻ ചൂണ്ടിക്കാട്ടി. ഇസ്രയേൽ സൈന്യത്തിൽ മുൻപ് ഉന്നത സുരക്ഷാ സൈനിക പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഉസി ദയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഈ മുന്നറിയിപ്പ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലും അന്താരാഷ്ട്ര സൈനിക വൃത്തങ്ങളിലും വലിയ തരംഗമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ടെഹ്റാൻ തങ്ങളുടെ ആണവ പദ്ധതികളുമായി വേഗത്തിൽ മുന്നോട്ടു പോകുന്നതും മേഖലയിൽ ഉയർത്തുന്ന തന്ത്രപരമായ സുരക്ഷാ വെല്ലുവിളികളും ഇസ്രയേൽ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾ കൊണ്ടോ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടോ ഇറാന്റെ സൈനിക നീക്കങ്ങളെ തടയാൻ കഴിയില്ലെന്ന വിലയിരുത്തൽ ഇസ്രയേൽ സൈനിക നേതൃത്വത്തിൽ ശക്തമാണ്. ഇറാൻ വിഷയത്തിൽ US സ്വീകരിക്കുന്ന നടപടികൾ പര്യാപ്തമല്ലെന്ന് കണ്ടാൽ അമേരിക്കയെ പോലും കാത്തുനിൽക്കാതെ ഇസ്രയേൽ സ്വന്തം നിലയിൽ അടിയന്തര സൈനിക നടപടിക്ക് മുതിരുമെന്നാണ് സൂചന. ഇതേസമയം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഏകപക്ഷീയമായ സൈനിക ആക്രമണം ഉണ്ടായാൽ അത് മിഡിൽ ഈസ്റ്റിൽ നിയന്ത്രണാതീതമായ പ്രളയം പോലെ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന് വഴിവെക്കുമെന്ന ഭീതിയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സഖ്യകക്ഷികളുമായി ചർച്ചകൾ തുടരുമ്പോഴും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെയാണ് മുൻഗണന എന്ന കടുത്ത നിലപാടിലാണ് നെതന്യാഹുവും ഇസ്രയേൽ പ്രതിരോധ സേനയും. മലയാളി വാർത്ത ഇൻസൈറ്റ്.